സന്ദീപ് പ്രദീപിനെ നായകനാക്കി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത എക്കോ എന്ന ചിത്രവും പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത വിലായത് ബുദ്ധ എന്ന ചിത്രവും ഒരേ ദിവസമാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. 2025 നവംബർ 21 റിലീസ് ചെയ്ത ഇരു ചിത്രങ്ങളും ആദ്യ 8 ദിവസങ്ങൾ പൂർത്തിയാക്കിയതോടെ ബോക്സ് ഓഫീസിൽ ചിത്രം വ്യക്തമാണ്. വിലായത് ബുദ്ധയെ വൻ മാർജിനിൽ പരാജയപ്പെടുത്തി എക്കോയാണ് ഹിറ്റായി മുന്നിൽ നിൽക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 8 ദിവസം കൊണ്ട് 22.75 കോടി രൂപയാണ് ആഗോളതലത്തിൽ നിന്ന് എക്കോ നേടിയത്. 13.1 കോടിയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത്. 80 ലക്ഷം രൂപ മാത്രമാണ് ഓപ്പണിംഗിൽ എക്കോ നേടിയ കളക്ഷനെങ്കിൽ രണ്ടാം ദിനം 1.85 കോടിയോളം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം നേടിയത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഗംഭീര പ്രതികരണങ്ങൾ കാഴ്ചവെക്കാൻ ചിത്രത്തിനായി. ഈ കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ വിലായത് ബുദ്ധയ്ക്ക് വേണ്ട വിജയം നേടാൻ സാധിച്ചില്ല എന്ന് പറയേണ്ടി വരും. റിപ്പോർട്ടുകൾ പ്രകാരം 4.6 കോടി രൂപയാണ് വിലായത് ബുദ്ധ ഇതുവരെ ഇന്ത്യയിൽ നിന്ന് നേടിയത്. 8 കോടി രൂപയാണ് സിനിമയുടെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ. പൃഥ്വിരാജ് സുകുമാരൻ ചന്ദ്രമോഷ്ടാവായ ഡബിൾ മോഹൻ എന്ന കഥാപാത്രമായി എത്തിയ വിലായത് ബുദ്ധ ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് മാത്രം 1.7 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ചിത്രത്തിന് ഇടിവ് സംഭവിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. കഥാവഴിയിൽ മൃഗങ്ങൾക്കും നിർണായകമായ സ്ഥാനം നൽകിയൊരുക്കിയ കിഷ്കിന്ധകാണ്ഡം, കേരള ക്രൈം ഫയൽ സീസൺ 2 എന്നിവയ്ക്ക് ശേഷമെത്തിയ എക്കോയിലും ദിൻജിത്ത് അയ്യത്താൻ, ബാഹുൽ രമേശ് കൂട്ടുകെട്ട് വിസ്മയം തീർത്തു എന്ന് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാണ്. അനിമൽ ട്രിലോജിയിലെ അവസാന ഭാഗമായ എക്കോ പരസ്പരം ബന്ധമില്ലാത്ത 3 വ്യത്യസ്ത കഥകളാണ് പറഞ്ഞത്. 3 ചിത്രങ്ങൾക്കും ഗംഭീര വരവേൽപ്പ് തന്നെ സിനിമാസ്വാദകർ നൽകി. അതേസമയം GR ഇന്ദുഗോപന്റെ പ്രശസ്ത നോവലായ വിലായത് ബുദ്ധ അതേ പേരിൽ തന്നെ ജയൻ നമ്പ്യാർ സിനിമയാക്കിയപ്പോൾ പ്രേക്ഷകരും പ്രതീക്ഷയിലായിരുന്നു. ചന്ദനമരങ്ങളുടെ കേന്ദ്രമായ മറയൂരിലെ ചന്ദനക്കാടുകളുടെ പശ്ചാത്തലത്തിലൂടെയാണ് ചിത്രം സഞ്ചരിച്ചത്. എന്നാൽ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. പകയും പ്രതികാരവും പ്രണയവും പശ്ചാത്തലമായ ത്രില്ലർ ചിത്രം വരും ദിവസങ്ങളിൽ കളക്ഷൻ നേടുമോ എന്നാണ് സിനിമ അനലിസ്റ്റുകൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ തിയേറ്ററുകൾ വിടുന്നതിന് മുൻപ് എക്കോ മികച്ച വിജയം നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷകൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.